മോഡലിംഗിന്റെ മറവിൽ ക്രിമിനൽ സംഘം മനുഷ്യക്കടത്ത് നടത്തുകയും അതോടൊപ്പം തന്നെ സെക്സ് റാക്കറ്റിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത കേസിൽ ചില സുപ്രധാന വിവരങ്ങളാണ് പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അന്വേഷണം സിനിമ സീരിയൽ മേഖലയിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതിയാണ് സിന്ധു. സിന്ധുവിന്റെ മകളുടെ ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനവുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന ഇൻഫർമേഷൻ പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഈ ക്രൈമുമായി ചില കണക്ഷൻ ഉണ്ടെന്ന വിവരവും കിട്ടി. ഈ സാഹചര്യത്തിലാണ് താരങ്ങൾക്ക് ഈ പറയുന്ന സെക്സ് റാക്കറ്റുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നത്. അതോടൊപ്പം ഈ ക്രിമിനൽ സംഘത്തിന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. യുവതികളെ വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നത്. 57 ദിവസം കഴിയുമ്പോൾ മടക്കി അയക്കുകയും ചെയ്യും. അവിടെ എത്തുന്ന ഘട്ടത്തിൽ യുവതികൾ ഇവരുടെ തടങ്കലിലായിരിക്കും പിന്നീട് മുന്നോട്ട് പോവുക. യുവതികളുടെ ഫോട്ടോ വാട്സപ്പ് വഴി ഇടപാടുകാർക്ക് അയച്ചു കൊടുത്ത് ഡീല് ഉറപ്പിക്കും. ഓരോ ലൈംഗിക ചൂഷണത്തിനും 25,000 രൂപയാണ് ഈ സ്ത്രീകളടങ്ങുന്ന ക്രിമിനൽ സംഘം, സെക്സ് റാക്കറ്റിൽ ഉൾപ്പെട്ട സംഘം വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ ഇടപാടാണ് ഓരോ ദിവസവും നടന്നിരുന്നത് എന്ന കാര്യമാണ് ബോധ്യമാകുന്നത്. അങ്ങനെ ഈ ലൈംഗിക ചൂഷണത്തിന്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഈ ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരുമെന്ന് കരുതി പലരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നുമില്ല. ഇതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ നടന്നിരിക്കുന്നത് സംഘടിത കുറ്റകൃത്യമാണ് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS വ്യക്തമാക്കി. ചില ഓർഗനൈസ്ഡ് ക്രൈം പൊതുവെ നിങ്ങൾ നോക്കിയെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ജെന്യൂനായിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കണ ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട്, ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. ലാർജ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് നോക്കാം. അതിനിടെ ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന അലീനയുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നു. മറ്റൊരു പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ശബ്ദ സന്ദേശം. പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിലായിരുന്നു ആ ഭീഷണി. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതിൽ അലീന ഒരു ആളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അലീനയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ഗുണ്ടാ നേതാവ് ആണ് എന്നതാണ്. അതുകൊണ്ട് ആ ഗുണ്ടാ നേതാവിന്റെ പേര് പറഞ്ഞായിരുന്നു ഭീഷണിയെന്നും പോലീസ് സംശയിക്കുന്നു. അങ്ങനെ വിശദമായൊരു തലത്തിലുള്ള അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 2 പ്രതികൾ ഇപ്പോഴും വിദേശത്താണ്. അവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റർപോളിനെ സമീപിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ജിമ അതോടൊപ്പം തന്നെ അലീന എന്നിവർ നിലവിൽ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലാണ്. പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സിന്ധുവിനെ ഇന്ന് എത്തിച്ച് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തും. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.